സമൂഹത്തിലുടനീളം ഏകാന്തത അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏകാന്തത അനുഭവിക്കുന്നവരാണ്. 14 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള 40% ആളുകൾ ഏകാന്തത അനുഭവിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതോടൊപ്പം 75 വയസ്സിന് മുകളിലുള്ള ആളുകളും അതിൽ 27% ആളുകൾ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. ജീവിതത്തിൽ പലരും വർദ്ധിച്ചു വരുന്ന ജീവിത പ്രശ്നങ്ങൾ മൂലവും വേദനകൾ മൂലവും അവർ ഏകാന്തതകൾ അനുഭവിക്കാറുണ്ട്. ഏകാന്തതയിൽ ശാരീരികമായും മാനസികമായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് പലരുടെയും ജീവിതചര്യ തന്നെ മാറ്റിക്കളയുകയാണ്. വളരെ കാലമായിട്ട് ഏകാന്തത ഒരു ലോകത്തിലെ മുഴുവനുള്ള ഒരു പ്രശ്നമായി കണക്കാക്കുകയാണ്. ഒരു പരിധി വരെ എല്ലാവർക്കും ഏകാന്തത ഉണ്ടാകാറുണ്ട്. ചരിത്രത്തിൽ ഉടനീളം മനുഷ്യന്റെ ഏകാന്തതയെപ്പറ്റി കവികളും കവിതകളുമൊക്കെ ധാരാളമുണ്ട്. ഒരിക്കൽ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ താൻ ഒരു അനാഥാലയം സന്ദർശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ രോഗികളുടെയും അടുത്ത് ചെന്ന് അവരുമായി കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. എന്നാൽ ഒരു ബെഡിൻ്റെ അടുത്ത് ചെന്ന് ഒരു പിതാവിനെ സന്ദർശിക്കുമ്പോൾ ആ ബെഡിൻ്റെ മുകളിൽ എഴുതിയിരുന്ന നെയിം ബോർഡിൽ തനിക്ക് കാണുവാൻ കഴിഞ്ഞത് നോ നെയിം എന്നായിരുന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള പേര്? അവർ പറഞ്ഞു, ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇന്ന സ്ട്രീറ്റിൽ നിന്ന് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് പേര് പറയുവാൻ കഴിയത്തില്ലായിരുന്നു. യാതൊരു വിവരവും അദ്ദേഹത്തെപ്പറ്റി ഞങ്ങൾക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നോ നെയിം എന്ന് എഴുതിയിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് നോ നെയിം, പേരില്ല എന്നായിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹം വളരെ വേദനയോടെ ആ പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെയുള്ള ആർക്കും നിങ്ങളുടെ പേരറിയില്ല, എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ പേരറിയാം. ദൈവത്തിന് നിങ്ങളെ നന്നായി അറിയാം. മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഈ സമയത്ത് തൻ്റെ ഒപ്പം നിൽക്കുവാൻ ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് ജീവിതത്തിൽ നിന്നും നിരാശയിൽ നിന്നുമൊക്കെ വെളിയിൽ വരുവാനായിട്ട് കഴിയും. ഏകാന്തത മാറ്റുവാനാണ് ആളുകൾ പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്ന് നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. വേദനയും വിഷാദവും ക്ഷീണവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് അപകടകരമായി വർദ്ധിക്കുവാനും ഇടയുണ്ട്. മുറിവുകളുണ്ടാകുമ്പോൾ, നിരാശകളുണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുവാൻ നമുക്കൊരു നല്ല സുഹൃത്തുണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ആ ദൈവം നമ്മോടൊപ്പം എപ്പോഴും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098820221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.